ഗ്രാഫിക്സൊക്കെ കൊള്ളാം, അത്യാവശ്യം നല്ല പടമാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ രസമാണ്, അത്യാവശ്യം നല്ല എൻഗേജിങ് ഉണ്ട്, കുറേ സീനൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് കോമഡി ഉണ്ട്, ഡബിങ്ങൊന്നും കുഴപ്പമുണ്ടായില്ല, പിന്നെ ബാക്കിയൊന്നും കുഴപ്പമുണ്ടായില്ല. തിയേറ്ററിൽ ഒന്ന് കണ്ടിരിക്കാൻ ഒരു രസമുള്ള പടമാണ്. ഒരു അറ്റ്മോസ്ഫിയറൊക്കെ കാണുമ്പോൾ ഒരു എഫക്റ്റ് ഉണ്ടാവും, ആ ഒരു ഫീൽ ഉണ്ട്. മറ്റേ കുറേ ഗൂസ് ബംസ് സീനൊക്കെ ഉണ്ട്, കുറേ മറ്റേ അതിൻ്റെ സോങ്സും മറ്റേ സംസ്കൃത സോങ് ആണെങ്കിലും പോലും നല്ലതുണ്ട്. വിഷ്വൽസ് ഒക്കെ എങ്ങനെയുണ്ട് ശരിക്കും? മലയാളത്തിലൊക്കെ ഡബിങ് ഒക്കെ കുഴപ്പമില്ല. ഡബിങ് ഞാനാണ് അതിൽ ഹീറോയിന് ഡബ് ചെയ്തിരിക്കുന്നത്. ഹീറോയിന് ഞാനാണ് ഡബ് ചെയ്തിരിക്കുന്നത്. ഡബ് ചെയ്യുമ്പോൾ അതിനകത്ത് ഡയലോഗ് ഡെലിവറിയിലും അനാവശ്യമായിട്ടുള്ള സാധനം ചേർത്തിട്ടില്ല. ശരിക്കും ഒരു മലയാള സിനിമ ഉണ്ടാകുന്ന അതേ രീതി തന്നെയാണ് ചെയ്തത്. ഹനുമാൻ ലോജിക്കൊക്കെ മാറ്റി വെച്ചിരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. കാരണം ആദിപുരുഷൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് VFX-ഉം ഗ്രാഫിക്സും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ തേജയാണ് ഇതിൽ നായകനായിട്ട് വരുന്നത്, പ്രശാന്ത് വർമ്മയാണ് ഡയറക്ഷൻ. പിന്നെ തമിഴിലെ നമ്മുടെ വില്ലൻ അല്ലെങ്കിൽ ഫേമസ് ഒരു ആക്ടർ വിനയാണ് വില്ലൻ റോൾ ചെയ്തേക്കുന്നത്. ആ രീതിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പടം കൊള്ളാം, തിയേറ്റർ വാച്ചുകളാണ്. പക്ഷേ ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ കത്തും, ഇവിടെ കത്തുമെന്ന് എനിക്കറിയില്ല. കാരണം സയൻസും റിലീജിയനും തമ്മിലുള്ളൊരു അങ്ങനെ ഒരു രീതിയിലാണ് മേക്ക് ചെയ്ത് വെച്ചേക്കേണ്ടത്. ഓവറോൾ കുഴപ്പമില്ല, നല്ല മൂവിയാണ്. ഒരു ഫാൻറ്റസിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ആസ്വദിച്ച് കാണാൻ പറ്റിയ ഒരു മൂവിയാണ്. എനിക്കെന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഞാനതാ പറഞ്ഞത്, ഈ ഫാൻറ്റസി സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല ഗംഭീര പെർഫോമൻസ് കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. VFX വർക്ക് അടിപൊളി ഗംഭീരമായിട്ടുണ്ട്. സാധാരണ വരുമ്പോൾ നമുക്ക് VFXിലൊക്കെയാണ് ശരിക്കും ഒരു ചേഞ്ച് വരുന്നത്. പക്ഷെ ഇത് ശരിക്കും ഒരു നാച്ചുറലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഹനുമാൻ്റെ പോർഷനൊക്കെ ആയാലും ഗംഭീരമായിട്ട് CG രോമാഞ്ചുണ്ടോ ഹനുമാൻ്റെ? പിന്നെ നമുക്ക് അവസാനം പ്രത്യേകിച്ച് എടുത്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്ത് പറയണം. അതിനെ മിക്സ് ചെയ്തൊക്കെ എടുത്ത് പറയണം. അതിന് മൊത്തത്തിൽ ഡയറക്ഷൻ മലയാളത്തിലേക്ക് വരുമ്പോൾ മലയാള സിനിമ കാണുന്നതിനേക്കാൾ ഗംഭീരമായിട്ട് അതിനൊരു ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡബ്ബിങ് നമ്മുടെ ഇവിടെ തന്നെ ആൾക്കാരുണ്ട്, മകേഷ്, ഞാൻ ഇതൊക്കെയാണ് ഡബ് ചെയ്തത്. സെക്കൻഡ് പാർട്ടിന് അതിനും ഗംഭീരമായിരിക്കും എന്നാണ് ഒരു പ്രതീക്ഷ. അത് നമുക്ക് 2025 കാണാം. ഗ്രാഫിക്സ് ഒക്കെ നന്നായിട്ടുണ്ട്, അത്യാവശ്യം കൊള്ളാറുണ്ട്, മോശമല്ല, കണ്ടിരിക്കാനുണ്ട്.